എല്ലാവർക്കും ടെക്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇറാനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോ കുറേ നാളുകളായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് വായിക്കാൻ ടൺ കണക്കിന് റിസോഴ്സസ് ഉണ്ട്, എന്നാൽ സമയം വളരെ കുറവുമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഓരോ വീഡിയോ ഇടുമ്പോഴും ആളുകൾ വന്ന് ഇറാനെ പറ്റി സംസാരിക്കുന്നില്ല എന്ന് ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 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 പരിധി കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം തന്നെ ഉണ്ടാവുകയാണ്. ഇവരെന്താണ് ഇങ്ങനെ നമ്മളെ ഒരു റോബോട്ടുകളെ പോലെ ഇവരെന്തുകൊണ്ട് കാണുന്നു? നമുക്കത് നമ്മുടെ ഒരു പരിമിതി എന്താ ഇവർ മനസ്സിലാക്കാത്ത എന്നുള്ളൊരു ഒരു സംഭവം. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊന്നും അവരുടെ എക്സ്പെക്റ്റേഷൻ നമ്മൾ ആ ഒരു വിഷയം വരുമ്പോൾ അപ്പം തന്നെ അതിനെക്കുറിച്ചൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയണം എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നടക്കാത്തതിൻ്റെ ഉള്ള ദേഷ്യം അതൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും എനിവേസ്, അപ്പോൾ എന്താണ് ഇറാൻ്റെ പ്രശ്നം? ഇന്ന് നമ്മൾ ഇറാനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇറാനെ മനസ്സിലാക്കേണ്ടത് എന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ലെങ്തി വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് കുറച്ച് ഭാഗങ്ങളായിട്ട് ചെയ്യാം എന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചോദ്യം എവിടെ നിന്ന് തുടങ്ങണം എന്നാണ്. കാരണം ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിന് യാതൊരു പഞ്ഞവും ഇല്ലാത്തൊരു ഒരു പ്രദേശമാണ്. നമ്മൾ BC കാലഘട്ടം തൊട്ട് തന്നെ നമുക്ക് ഇറാൻ്റെ ചരിത്രം പറയാനുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാ ചരിത്രവും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് റെലവൻ്റ് ആയിട്ട് ഇന്ന് ഇറാൻ വന്ന് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് തുടക്കം വരുന്ന ഒരു കാലഘട്ടം എന്തായിരുന്നു, അവിടെ നിന്ന് തുടങ്ങിയാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് റെഫർ ചെയ്ത വർക്കുകളെന്ന് പറയുന്നത് ഇറാൻ ബിറ്റ്വീൻ ടു റെവല്യൂഷൻസ് ബൈ എർവന്ത് അബ്രഹാമിയൻ, അതേമാതിരി തന്നെ ഓൾ ദി ഷാസ് മെൻ ആൻഡ് അമേരിക്കൻ കൂപ്പ് ആൻഡ് ദി റൂട്ട്സ് ഓഫ് മിഡിൽ ഈസ്റ്റ് ടെറർ ബൈ സ്റ്റീഫൻ കിൻസർ, എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇറാൻ ബൈ എർവൻ അബ്രഹാമിയൻ. ഈ 3 വർക്കുകളാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ റെഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഇറാനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇറാൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം തൊട്ടാണ്. 19-ാം നൂറ്റാണ്ടിൽ തുടക്കം എന്ന് പറയുമ്പോൾ ഇറാൻ എന്നൊരു വാക്കല്ല, അല്ലെങ്കിൽ ഇറാൻ എന്നൊരു പേരല്ല അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അന്ന് പേർഷ്യ എന്ന് പറയുന്ന ഒരു പ്രദേശമാണുള്ളത്. പേർഷ്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവിടുത്തെ ജോഗ്രഫി കൊണ്ട് തന്നെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പോപ്പുലേഷനാണ്. ഫ്രാഗ്മെൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ബന്ധമില്ലാതെ, ഒരു കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു പോപ്പുലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 4 മൗണ്ടൻ റേഞ്ചസിൻ്റെ നടുക്ക് പകുതി ഏരിയകളും മരുഭൂമിയാൽ കവർ ചെയ്യപ്പെട്ട ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് മനുഷ്യർ ജീവിക്കുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള കണക്ഷൻസ് വളരെ കുറവാണ്. മറ്റ് പ്രദേശങ്ങളിൽ ഒന്നുകിൽ ഒരു നദിയോ അല്ലെങ്കിൽ ഒരു പുഴയോ ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജോഗ്രഫി കാണും. ഇറാനിന് ആ സമയത്ത് അതുമില്ല. ഒരു നദിയോ പുഴയോ ഒന്നും തന്നെ ഈ പ്രദേശങ്ങളിലെ നഗരങ്ങളെ, ഗ്രാമങ്ങളെ ഒന്നും ബന്ധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുഴമാർഗം അല്ലെങ്കിൽ വാട്ടർ വേസ് ഇല്ല, റോഡ് വേസ് ഇല്ല. ഈ ജോഗ്രഫി കൊണ്ട് തന്നെ ഐസൊലേറ്റഡ് ആണ്. ഏതാണ്ട് 55% ആളുകൾ ഈ ഒരു പ്രദേശത്ത് ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. 25% ആളുകൾ നൊമാഡിക് ട്രൈബ്സ് അഥവാ ഈ നാടോടികളായിട്ട് ജീവിക്കുകയാണ്. ഏതാണ്ട് 20% ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു നഗരം എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ ജീവിക്കുന്നത്. നഗരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് ഒരു നഗരം എന്നൊക്കെ ഉള്ളൂ. ഒരു വലിയ ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം നഗരം എന്ന് പറയുമ്പോൾ. അതായത് ഗ്രാമങ്ങളിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ പ്ലസ് കുറച്ച് എക്സ്ട്രാ ട്രേഡുകളും ബാസാറുകളും എന്നൊക്കെ പറയും. അന്ന് അതിന് പറയുന്ന പേരാണ് ബാസാർ. മാർക്കറ്റുകൾ, ചന്തകളൊക്കെയുള്ള വലിയ ചന്തകളുള്ള പ്രദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബാസാറുകളൊക്കെയുള്ള ഒരു ഏരിയയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു നഗരം എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ പ്രദേശങ്ങളൊക്കെ തന്നെ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള കണക്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ കണക്ഷൻസ് ഇല്ലാതെ വരുമ്പോൾ അവിടെ വരുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഓരോ ഗ്രാമവും ഓരോ നഗരവും ഏതാണ്ട് സെൽഫ്
ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് ഒരു പുതപ്പ് വേണമെങ്കിൽ ആ പുതപ്പിൻ്റെ നൂല് മുതൽ ഉണ്ടാക്കുന്ന പ്രക്രിയ മുതൽ ആ നൂലുണ്ടാക്കി അത് ഹാർവെസ്റ്റ് ചെയ്ത് അത് നെയ്ത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി അത് ഉപയോഗിക്കുന്ന രീതി വരെ ഫുൾ എൻഡ് ടു എൻഡ് പ്രോസസ്സ് മൊത്തം ഒരു ഗ്രാമത്തിൽ കാണും. കാരണം അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് വേണമെങ്കിൽ എനിക്ക് ഞാൻ താമസിക്കുന്ന ഭാഗങ്ങൾ വേറൊരു നഗരമോ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് ഈ സാധനം വരും, എനിക്ക് ഏതെങ്കിലും ഒരു കടയിൽ പോയി മേടിച്ചാൽ മതി. പക്ഷേ അന്നുള്ള പേർഷ്യയുടെ ഒരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്തുക്കളും നിങ്ങൾക്ക് തന്നെ സ്വയം ഉണ്ടാക്കുകയും സ്വയം പ്രൊഡ്യൂസ് ചെയ്യുകയും സ്വയം കൺസ്യൂം ചെയ്യുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അവിടെ സുന്നികളുണ്ട്, ഷിയാകളുണ്ട്. എന്നാൽ അതുകൂടാതെ തന്നെ അവിടെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സൊറാസ്ട്രിയൻസ് ഉണ്ട്. എത്നിസിറ്റി നോക്കുവാണെങ്കിൽ അവിടെ പേർഷ്യക്കാരുണ്ട്, അസേറീസ്, അറബികളുണ്ട്, കുർദുകളുണ്ട്, ബലൂച്ചിസ് ഉണ്ട്. നമ്മൾ ചർച്ചകളിൽ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് ഈ പേർഷ്യക്കാരും അറബുകളും രണ്ട് എത്നിസിറ്റിയാണ്. അറബികൾ ഇന്ന് നമ്മൾ ഇറാനെ കാണുന്നത് എല്ലാ അറബ് ഒരു പ്രദേശമായിട്ടാണെങ്കിലും ഇറാൻ എന്ന് പറയുന്നത് അവിടെയുള്ള പേർഷ്യക്കാരും അറബികളും രണ്ട് എത്നിസിറ്റിയിലുള്ള ആളുകളാണ്. ഇത് കൂടാതെ ഈ മതത്തിൽ സബ് സെക്റ്റുകളുണ്ട്. മതത്തിൽ തന്നെ ഫർദർ ഡിവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഷിയ തന്നെ എടുക്കുവാണെങ്കിലും ഇങ്ങനെ ഷിയ എന്ന് പറയുന്ന ഒറ്റ ഗ്രൂപ്പായിട്ടല്ല നിൽക്കുന്നത്. ബാബിസം, ഷെയ്ഖിസം എന്ന് പറയുന്നതൊക്കെ പല ചെറിയ സബ് ഗ്രൂപ്പുകളായിട്ട് തന്നെ വിഘടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രദേശത്തിൻ്റെ ഒരു രൂപം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് പ്രധാന കാരണം എന്തായിരിക്കും? അത് കൃഷി ചെയ്യാനുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു കൃഷി ചെയ്യാനുള്ള ഭൂമി, അല്ലെങ്കിൽ നല്ല ഉറവ ഉള്ള ഭൂമി, അല്ലെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ വേ വഴിച്ച് ഇറിഗേഷൻ സിസ്റ്റം നല്ലതായിട്ട് കിട്ടുന്ന വെള്ളത്തിൻ്റെ സോഴ്സുകൾ, ഇവയ്ക്ക് വേണ്ടിയുള്ള കോൺഫ്ലിക്റ്റുകളാണ് അവിടെയുള്ള പ്രധാന സോഴ്സസ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരത് എക്സ്പ്രസ് ചെയ്യുന്നത് പലപ്പോഴും മതപരമായിട്ടും ലിംഗ്വിസ്റ്റിക്കായിട്ടും എത്നിക്കായിട്ടും ഒക്കെയുള്ള എക്സ്പ്രഷനിലായിരിക്കുമെങ്കിലും പ്രധാന ഒരു റൂട്ട് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് നോക്കുമ്പോൾ അവരുടെ പ്രധാന മെറ്റീരിയൽ റീസൺസ് നിൽക്കുന്നത് ഇത്തരം റിസോഴ്സാണ്. ഈ നല്ല ഭൂമി കിട്ടുക, കൃഷി ചെയ്യാൻ വേണ്ടി നല്ല വെള്ളത്തിനുള്ള സോഴ്സ് കിട്ടുക. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അവൻ്റെ മതം ഇങ്ങനത്തെവനാണ്, അങ്ങനെ ആ മതത്തിൻ്റെ പ്രശ്നമാണ്, ആ ഒരു എത്നിസിറ്റിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരേ മതത്തിൽ തന്നെയുള്ള സബ് സെക്റ്റുകളുടെ പ്രശ്നമാണ് ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ്. അതായത് എല്ലാ രാജ്യത്തും അത് തന്നെയാണല്ലോ. പിന്നുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജവംശം, അവിടുത്തെ രാജവംശത്തിൻ്റെ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ അവരുടെ ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട് പല ഓഫീസുകൾ ഈ ഗ്രാമങ്ങളിലും ഈ നഗരങ്ങളിലൊക്കെ ഉണ്ട്. അവരുടെ മെയിൻ ജോലി ഇങ്ങനെ ടാക്സ് പിടിക്കുക എന്നതാണ്. ഇത്തരം ഈ ഒരു പ്രദേശത്ത് നിന്നുണ്ടാക്കുന്ന പ്രൊഡ്യൂസിൽ നിന്ന് ഒരു വിഹിതം രാജാവിന് ഈ ടാക്സായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി അവർ കുറച്ച് വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ഓഫീസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഓഫീസുകളിലേക്ക് ആര് വരണം, എങ്ങനെ മത്സരിച്ച് വരണം, അവർ തമ്മിലുള്ള മത്സരം, അത് തമ്മിലുള്ള പൊളിറ്റിക്സ്, അവയൊക്കെയാണ് അടുത്ത കോൺഫ്ലിക്റ്റ്. അപ്പോൾ അവിടെയും ഈ പറയുന്ന മതപരമായും ലിംഗ്വിസ്റ്റിക് പരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ വളരെ പ്രബലമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടുത്തെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു പ്രദേശമാണെന്നും അതുകൊണ്ട് തന്നെ മിക്ക ഒരു ഗ്രാമങ്ങളും ടൗണുകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന ട്രാൻസ്പോർട്ടുകളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ, അഥവാ ഈ വ്യാപാര കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഒരു നഗരത്തിൽ നിന്ന് വേറൊരു നഗരത്തിലേക്ക് മാത്രം ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ട്രേഡിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്. അതിലും കൂടുതലായിട്ടും ഈ ലക്ഷറി ഐറ്റംസൊക്കെയാണ് പോകുന്നത്. വളരെ ലക്ഷറി ഐറ്റംസ് മാത്രമാണ് ഇങ്ങനെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. പിന്നുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അവിടെ നടക്കുന്നത് പ്രധാനമായും വെളി രാജ്യങ്ങളിൽ. ഇപ്പോൾ പേർഷ്യയിൽ ഉണ്ടാക്കുന്ന ആർട്ടിഫാക്ട്സ്, ഈ
ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആർട്ടിഫാക്ട്സിന് വിദേശ രാജ്യങ്ങളിൽ ഭയങ്കര ഡിമാൻഡുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ചില ചില അത്യപൂർവമായിട്ട് ഈ നഗരങ്ങളിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ റഷ്യയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇറാഖ് വഴി ആഫ്രിക്ക അല്ലെങ്കിൽ യൂറോപ്പ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ കുറച്ച് സാധനങ്ങൾ പോകുന്നുണ്ട് എന്നല്ലാതെ ഈ ഗ്രാമങ്ങൾ തമ്മിൽ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഖജർ രാജവംശമാണ്. ഖജർ രാജവംശം ആണ് ഭരിക്കുന്നത് എന്ന് നമ്മൾ ടെക്നിക്കലി പറയാമെങ്കിലും യഥാർത്ഥ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭരണത്തിന് ആ രാജാവ് എവിടെയാണോ ആ രാജാവിൻ്റെ ക്യാപിറ്റലിന് വെളിയിൽ അത്ര വലിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. കാരണം രാജാവിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് ദൂരെ പോകും തോറും അധികാരം കൂടുതലുമുള്ളത് ഈ ലോക്കൽ നേതാക്കൾക്കാണ്. അതായത് നിങ്ങളുടെ ഒരു ഗ്രാമത്തലവന് അല്ലെങ്കിൽ നിങ്ങളൊരു നാടോടി ഗോത്രവർഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഗോത്രത്തലവന് അവർക്കൊക്കെയാണ് കൂടുതൽ അധികാരവും പവറും ഒക്കെ ഉള്ളത്. അപ്പോൾ രാജാവ് പലപ്പോഴും നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ഗോത്രതലവന്മാരുടെയും ഗ്രാമത്തലവന്മാരുടെയും സുഖിപ്പിച്ചും അവരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാക്കിയാണ് ഈ രാജഭരണം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ രാജഭരണത്തിൻ്റെ ഒരു ഭയങ്കര ഡിവൈനായിട്ടുള്ള ഒരു ആധിപത്യം ഒന്നും തന്നെ നമുക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. രാജാവ് സ്വയം കരുതുന്നത് ഞാൻ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, ദൈവത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും ഈ പ്രദേശത്തുള്ള ക്ലർജീസ് അഥവാ നമ്മളിന്ന് പറയുന്ന ഈ ഉസ്താദുമാരെന്നും അല്ലെങ്കിൽ മതപണ്ഡിതരും എന്നൊക്കെ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജാവ് ദൈവത്തിൻ്റെ പാതയിലൊന്നും അല്ല സഞ്ചരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു രാജ്യം വേണം, രാജ്യത്തൊരു ഒരു ഭരണം വേണം, ഒരു ഭരണ വ്യവസ്ഥ വേണം എന്നതുകൊണ്ട് മാത്രം നമ്മൾ സഹിച്ചു പോകുന്നതാണ് എന്നൊരു വ്യവസ്ഥയാണ്. അല്ലാതെ രാജാവിന് അത്ര വലിയ ഈ നല്ല ഇമേജുകളൊന്നുമില്ല ഈ രാജവംശത്തിന്. ഈ ഗ്രാമങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രാമങ്ങൾ പലപ്പോഴും കൃഷിയിലാണ് ജീവിക്കുന്നത്. കൂട്ടുകൃഷിയാണ്. കൂട്ടുകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ഷെയർ ചെയ്താണ് കൃഷി ചെയ്യുന്നത്. അതായത് കാള കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരിക്കും, ഭൂമി നൽകുന്നത് വേറൊരു വ്യക്തിയായിരിക്കും, വിത്ത് ദാനം ചെയ്യുന്ന വേറൊരു വ്യക്തിയായിരിക്കും. പിന്നെ ഈ കൂട്ടുകൃഷിയുടെ ഒരു റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തരുടെ അധ്വാനത്തിനനുസരിച്ച് അവരുടെ പ്രൊഡ്യൂസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന അങ്ങനെ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റാണ് ഈ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവർ ഈ ഗ്രാമങ്ങൾ തമ്മിൽ കണക്ഷൻസ് ഒന്നും ഇല്ലെന്ന്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഞാൻ പറയാൻ വിട്ടുപോയി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് നല്ല കൃഷി കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഗ്രാമത്തിൽ ചിലപ്പോൾ വരൾച്ചയായിരിക്കും. പക്ഷേ വരൾച്ച ഉണ്ട് എന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്രാമങ്ങൾ തമ്മിൽ കണക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വരൾച്ച അനുഭവിക്കുക എന്നത് തന്നെയാണ് അവർക്ക് ഉള്ളൊരു പ്രശ്നം. അപ്പോൾ ഈ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള ഒരു നാഷണൽ യൂണിറ്റിയോ അല്ലെങ്കിൽ ഷെയർഡായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ബൈൻഡിങ്ങോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഞാനൊരു പേർഷ്യക്കാരനാണ് എന്ന് പറയുന്ന ഒരു വികാരമൊന്നും ആളുകൾക്കുണ്ടാവുന്നില്ല. ആളുകൾ ഞാൻ ഇന്ന ഗ്രാമത്തിലെ ഇന്ന ട്രൈബിലെ ഇന്ന ആളാണ്, അങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ, ലോക്കലായിട്ടുള്ള വികാരങ്ങളാണ് ആളുകൾക്ക് കൂടുതലൂടെ പ്രബലമായിട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ഈ മെറ്റീരിയൽ റിയാലിറ്റിയാണ്. ഇങ്ങനെ ടോട്ടലി ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ കുറച്ച് പ്രതിഭാസങ്ങൾ അവിടെ നടക്കുന്നത്. റഷ്യയും ബ്രിട്ടീഷും ഒരു 20-30 കൊല്ലത്തെ ഗ്യാപ്പിൽ പല ഭാഗത്ത് നിന്ന് ഈ പേർഷ്യയെ ആക്രമിക്കുന്നുണ്ട്. അപ്പം അന്നത്തെ റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിസ്റ്റ് റഷ്യയാണ്, ഇമ്പീരിയൽ റഷ്യ എന്ന് നമുക്ക് പറയാം. മറ്റുള്ളവരുടെ സ്ഥലങ്ങളിൽ പോയി പിടിച്ചെടുക്കുന്നൊരു സമ്പ്രദായം. അപ്പോൾ ബ്രിട്ടീഷുകാരും അത് ചെയ്യുന്നുണ്ട്, റഷ്യ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്തിട്ട് ഇവർ പലതരത്തിലുള്ള ട്രീറ്റികൾ ഈ പേർഷ്യൻ രാജാവുമായിട്ട് വയ്ക്കുന്നുണ്ട്. ഈ ട്രീറ്റികളുടെ ഫലമായിട്ട് അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രേഡ് ഞങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് തരണം നിങ്ങൾ എന്നാണ്. അതായത് ഈ റഷ്യയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും വരുന്ന പ്രോഡക്ട്സിന് ഒരു ഫ്രീ ആക്സസ് പേർഷ്യൻ മാർക്കറ്റിൽ കിട്ടണം. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലാഭത്തിൻ്റെ ഒരു 10% 20% ഒക്കെ രാജാവിനോ അല്ലെങ്കിൽ രാജകുടുംബത്തിന് ഞങ്ങൾ തരാം എന്നതാണ് ട്രീറ്റ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം, ഈ ഭരണവർഗത്തിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഭരണവർഗത്തെ ഒന്ന് കോഴ്സ് ചെയ്തും ബ്രൈബ് ചെയ്തും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മറ്റ സ്ഥലം ഞങ്ങൾ ഏറ്റെടുക്കും കേട്ടോ എന്ന് പറയുന്ന ഒരു ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ മിക്സായിട്ടാണ് ഇവരിത്തരം ട്രേഡ് അഡ്വാൻസ്മെൻറ്റ്സ് നടത്തുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിന് ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കും. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒക്കെ ഒരു പ്രധാന ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വിൽക്കാൻ സ്ഥലം വേണമല്ലോ. അവിടെ തന്നെ വിറ്റുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ബ്രിട്ടനിൽ തന്നെ വിറ്റുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പം അത് സ്കെയിലബിൾ അല്ലാതെ. അപ്പോൾ അത് അടുത്ത സ്ഥലങ്ങൾ പിടിച്ചടക്കിയിട്ട് ആ മാർക്കറ്റിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം ഇറക്കിയില്ലെങ്കിൽ നിങ്ങളെ അത് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ട്രംപ് ചെയ്യുന്നത് അത് ഏതാണ്ടെന്ന് മാതിരി, നിങ്ങളുടെ കൃഷി അഗ്രികൾച്ചർ സെക്ടർ അമേരിക്കക്ക് തുറന്നു തന്നില്ലെങ്കിൽ 50% താരിഫ് ഞങ്ങൾ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുള്ള ഒരു എക്കണോമിക് ഭീഷണി. ക്യാപിറ്റലിസത്തിൽ വളരെ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് അന്ന് തൊട്ടേ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് രാജാവ് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ ഫോറിൻ ശക്തികൾക്ക് എക്കണോമിക്കലി ഈ പേർഷ്യയിൽ പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിന് രണ്ട് പ്രധാനപ്പെട്ട ട്രീറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1857 ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന ട്രീറ്റി ഓഫ് പാരീസ് ആണ് പേർഷ്യയുമായിട്ട്. പിന്നുള്ളത് റഷ്യയുമായിട്ടുള്ള ട്രീറ്റി ആയിരുന്നു, ട്രീറ്റി ഓഫ് ടർക്ക്മെൻചൈ എന്ന് പറയുന്നത്. ട്രീറ്റികളുടെ ഫലമായിട്ട് വന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് രാജാക്കന്മാരുമായിട്ട് ഡീലുകൾ വയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഓരോ കൺസെഷൻസ് തരണമെന്ന്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കൺസെഷൻ ഞാൻ ഇവിടെ വായിക്കാം. അതായത് ബാരൻ ജൂലിയസ് ദി റൂയിറ്റർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പൗരൻ 40,000 പൗണ്ട് രാജാവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഭാവിയിലുണ്ടാകുന്ന ലാഭത്തിൻ്റെ 60% പേർഷ്യൻ രാജവംശത്തിന് തരാം. ഇതിന് പകരമായിട്ട് പേർഷ്യയിൽ ഒരു ബാങ്ക് നടത്താനും ബോർഡർ ടാക്സ് പിരിക്കാനും എല്ലാ തരത്തിലുള്ള മിനറൽസ് മൈൻ ചെയ്യാനും അവിടെയുള്ള റോഡുകളും കനാലുകളും ഫാക്ടറികളും എല്ലാം കൈകാര്യം ചെയ്യാനുള്ള പരമാധികാരം ഈ വ്യക്തിക്ക് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാർ വെച്ച് 40,000 പൗണ്ടും ഭാവിയിൽ വരുന്ന പ്രോഫിറ്റിൻ്റെ 60% തന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ എല്ലാം, നിങ്ങൾ നോക്കുക, നാഷണൽ ബാങ്ക്, ബോർഡർ ടാക്സ്, അവിടെയുള്ള എല്ലാ മിനറൽസ് മൈൻ ചെയ്യാനുള്ള അവകാശം, എല്ലാ മേജർ പ്രൊജക്റ്റ്, അത് റെയിൽവേ ആയിക്കോട്ടെ, റോഡായിക്കോട്ടെ, കനാലായിക്കോട്ടെ, ഫാക്ടറി ആയിക്കോട്ടെ, അടുത്ത 70 വർഷത്തേക്ക് ഇതെല്ലാം ഒരു മൊണോപ്പൊളി ആയിട്ട് നിൽക്കാനുള്ള അവകാശം ഈ വ്യക്തിക്ക് കൊടുക്കുകയാണ് നമ്മുടെ പേർഷ്യൻ രാജാവ്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അന്നുള്ള നാട്ടുരാജാക്കന്മാർക്ക് ഈ എക്കണോമിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു അറിവില്ലായ്മ അത്രയേ ഉള്ളൂ. അതായത് ഒരാൾ വന്നൊരു 60,000 പൗണ്ട് തന്നു കഴിഞ്ഞാൽ സ്വന്തം രാജ്യം വിറ്റ് കൊടുക്കാൻ അവർ റെഡി ആയിട്ടിരിക്കുകയാണ്. അത്രയ്ക്കൊരു ബോധമേ ആ മനുഷ്യർക്കുള്ളൂ. അത് അവരുടെ തെറ്റായിട്ട് പറയുകയല്ല, അവരുടെ ഒരു അറിവില്ലായ്മയാണ്. ഈ കൊളോണിയൽ ശക്തികൾ നമ്മളെ ഊറ്റാൻ വരികയാണെന്നൊരു ബോധം ആളുകൾക്കില്ല. അവർ ആ ഒരു ഷോർട്ട് ടേം ആണ് നോക്കുന്നത്. കാരണം അവരുടെ മുമ്പിൽ നോക്കുമ്പോൾ എനിക്ക് 60,000 പൗണ്ട് കിട്ടി, പിന്നെ അടുത്ത 70 വർഷത്തേക്ക് 60% ലാഭം കിട്ടും, ഇങ്ങനെയൊക്കെയാണ് അവർ കരുതുന്നത്. ഈ ഒരു ട്രീറ്റിയെ പറ്റി നമ്മുടെ ലോർഡ് കേഴ്സൺ പറഞ്ഞത്, ദി അഗ്രിമെൻറ്റ് കണ്ടെയ്ൻഡ് ദ മോസ്റ്റ് കംപ്ലീറ്റ് സറണ്ടർ ഓഫ് ദി എൻറ്റയർ റിസോഴ്സസ് ഓഫ് എ കിങ്ഡം ഇൻ ടു ഫോറിൻ ഹാൻഡ്സ് ദാറ്റ് ഹാസ് എവർ ബീൻ ഡ്രീംഡ് ഓഫ്, മച്ച് ലെസ് അക്കംപ്ലിഷ്ഡ് ഇൻ ഹിസ്റ്ററി. അതായത് ഒരു രാജ്യത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും ഒരു ഫോറിൻ അല്ലെങ്കിൽ ഒരു വിദേശ ശക്തിയുടെ മുമ്പിൽ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുന്ന ഇങ്ങനെ സ്വപ്നതുല്യമായൊരു സംഭവം, ചരിത്രത്തിൽ ഒരിക്കലും നടക്കാത്ത സ്വപ്നതുല്യമായൊരു സംഭവം ഈ അഗ്രിമെൻറ്റിൽ വന്നു എന്നാണ്. പക്ഷേ ഇത് നടന്നില്ല. ഒരു ട്രീറ്റ് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ റഷ്യ ഇത് അറിയുകയും റഷ്യ പ്രശ്നം ഉണ്ടാക്കി. കാരണം റഷ്യയും ഇമ്പീരിയലിസം ആണല്ലോ. റഷ്യയും ഇവിടെ അവരുടെ സംഭവങ്ങൾ ഇറക്കാൻ വന്നിരിക്കുമ്പോൾ ഈ മേജർ സംഭവങ്ങളെല്ലാം ബ്രിട്ടന് കൊടുക്കുന്നു എന്നൊരു ട്രീറ്റ് വരുമ്പോൾ റഷ്യ പ്രശ്നം ഉണ്ടാക്കുന്നു, അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഈ ഭീഷണി വരുമ്പോൾ ഈ ഭീഷണിയെ എതിർക്കാനോ അല്ലെങ്കിൽ തടുക്കാനോ ഒന്നും തന്നെ ഈ രാജവംശത്തിനില്ല. അതാണ് ഈ രാജവംശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ പ്രത്യേകിച്ച് ആർമിയൊന്നുമില്ല. അവരുടെ ആർമിയായിട്ട് സെർവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നാടോടി ഗോത്രവർഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ആർമിയായിട്ടിരുന്നത്. അപ്പോൾ അവരുടെ യാതൊരു വിധത്തിലുള്ള മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസോ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു റഷ്യ പോലുള്ളൊരു രാജ്യം വന്നിട്ട് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ബോ ഡൗൺ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അവരിൽ ഉള്ള ഒരു. പക്ഷെ അങ്ങനെ റഷ്യയുടെ ഭീഷണിയിൽ ഈ ഒരു ട്രീറ്റി നശിച്ചു. പക്ഷേ അയാളുടെ അഗ്രിമെൻറ്റ് കുറച്ച് ചുരുക്കി. എന്നിട്ട് അയാൾ മൈനിങ്ങും ബാങ്കിങ്ങിൻ്റെയും പ്രിവിലേജസ് അയാൾക്ക് കിട്ടി. മൈനിങ് ചെയ്യാനും ബാങ്കിങ് പ്രിവിലേജസ് മാത്രമായിട്ട് ചുരുക്കി. അങ്ങനെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് പേർഷ്യ എന്ന് പറയുന്ന ഫസ്റ്റ് പേർഷ്യൻ ബാങ്ക് അയാളവിടെ തുടങ്ങുന്നുണ്ട്. ബാങ്കിൻ്റെ പേര് തന്നെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് പേർഷ്യ എന്നാണ്.
അപ്പോൾ ഇതേ സമയത്ത് വേറെ പലതരത്തിലുള്ള ഫോറിൻ പ്രൈവറ്റ് പ്ലെയേഴ്സ് അവിടെ കാലുകുത്തുന്നുണ്ട്. ഇൻഡോ യൂറോപ്യൻ ടെലിഗ്രാഫ് കമ്പനി അവിടെ സ്ഥാനം ഉറപ്പിക്കുന്നു. യൂറോപ്പ് തൊട്ട് ഇന്ത്യ വരെ ടെലിഗ്രാഫ് അയക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് പേർഷ്യൻ ഭൂമി അവർ ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ ഒരു ഫോറിൻ പ്ലെയർ വന്നതുകൊണ്ട് തന്നെ പേർഷ്യ തൊട്ട് ഇന്ത്യ വരെയുള്ള ടെലിഗ്രാഫ് ലൈനുകൾ കണക്റ്റായി. വേറൊരു ബാങ്ക്, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ബ്രിട്ടന് ഈ നോട്ടുകൾ പ്രിൻ്റ് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നു. അതായത് പേർഷ്യയിലെ നോട്ടുകൾ പ്രിൻ്റ് ചെയ്യാനുള്ള മൊണോപ്പൊളി കൊടുക്കുന്നത് ബ്രിട്ടൻ ബാങ്കിനാണ്. ബ്രിട്ടൻ ബാങ്കാണ് അത് ചെയ്യുക എന്ന് പറയുന്ന കോൺട്രാക്റ്റുകൾ വരുന്നു. പിന്നെ ഞങ്ങൾ റോഡുകൾ പണിയാം, പക്ഷേ റോഡുകൾ ടോള് പിരിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം. അങ്ങനെ സദേൺ പേർഷ്യയിൽ കുറേ റോഡുകൾ പണിയുന്നു, ടെലിഗ്രാഫുകൾ വരുന്നു, റെയിൽവേ ലൈനുകൾ വരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ അവരുടെ ട്രേഡിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ വന്ന മാതിരി ഇന്ത്യയിൽ റെയിൽവേ വരുന്നു, റോഡ് വരുന്നു, പോസ്റ്റൽ സർവീസ് വരുന്നു എന്ന് പറയുന്ന സംഭവം തന്നെ അവർ അവിടെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിനും റഷ്യൻ മാർക്കറ്റിലേക്കും പേർഷ്യ ഇൻറ്റിഗ്രേറ്റ് ആകുന്നു. അവിടെ നിന്ന് മാസ് ആയിട്ട് മാനുഫാക്ചേർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇങ്ങോട്ട് വരുന്നു, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ സംഭവങ്ങൾ. അപ്പോൾ ബ്രിട്ടനിൽ നിന്നൊക്കെ വരുന്ന മാസ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഡ്രിവൺ ആയിട്ടുള്ള ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് പേർഷ്യൻ മാർക്കറ്റുകളെ തകർത്തു. പേർഷ്യയിൽ ആ സമയത്തുണ്ടായിരുന്ന ഹാൻഡിക്രാഫ്റ്റുകളായിരുന്നു. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റുകൾക്ക് ഒരിക്കലും ഈ ഇൻഡസ്ട്രി മെക്കനൈസേഷനും അങ്ങനെയുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് മുമ്പ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. മാസ് സ്കെയിലിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അത് ഫാസ്റ്ററായിട്ട് അത് ഷിപ്പ് ചെയ്യാൻ പറ്റും ബ്രിട്ടൻ പോലുള്ള സംഭവങ്ങൾക്ക്. അപ്പോൾ ആ ഒരു സ്കെയിലും മാഗ്നിറ്റ്യൂഡിലും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും ലോക്കൽ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിക്ക് നിൽക്കത്തില്ല, അത് തകർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നഗരങ്ങളിലുമൊക്കെയുള്ള ഒരു മെർച്ചൻ്റ് ക്ലാസ്സിനും ട്രഡീഷണൽ ആയിട്ടുള്ളവർക്കൊക്കെ ഈ വൈദേശിക ശക്തികളോടൊരു ദേഷ്യം അവരുടെ മനസ്സിൽ വന്നു തുടങ്ങി. മാത്രമല്ല ഗവൺമെൻറ്റുകൾ ഈ ഇതൊക്കെ ഫ്രീ ഫ്ലോ ആയിട്ട് അംഗീകരിച്ചു. അതായത് നമ്മുടെ ലോക്കൽ ഇൻഡസ്ട്രിയെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല, ലോക്കൽ ഇൻഡസ്ട്രി എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തോട്ടെ, ഫോറിൻ ഇൻഡസ്ട്രിയുടെ ലാഭത്തിൻ്റെ ഒരു ഷെയർ എനിക്ക് കിട്ടിയാൽ മതി എന്നൊരു താല്പര്യം ഈ രാജവംശത്തിനുള്ളതുകൊണ്ട് തന്നെ അവരൊരു രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് താരിഫുകളൊന്നും കൊടുത്തില്ല. ഇന്ന് നമ്മുടെ മോദി ചെയ്യുന്ന മാതിരി തന്നെ അമേരിക്കയെല്ലാം കൊടുത്തേക്കാണ് നമ്മുടെ ഇൻഡസ്ട്രീസ് എല്ലാം, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ട് വിഭാഗം ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായി, ട്രഡീഷണൽ ആൻഡ് ഓൾഡ് മിഡിൽ ക്ലാസ്. അതായത് ഓൾഡ് മിഡിൽ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിക്ക് വരുന്നതിന് മുമ്പ് കുറച്ചുള്ള ഈ ട്രേഡുകളൊക്കെ ചെയ്ത് കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിലൊക്കെ കുറച്ച് ഒരു ആധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇൻഡസ്ട്രി അല്ല, എന്നാലും അതിൽ ഉള്ളതിൽ കുറച്ച് ആധിപത്യമൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇല്ലാതായി. അപ്പോൾ അവർ ഓൾഡ് മിഡിൽ ക്ലാസ്സായി മാറി. എന്നാൽ പുതിയ ഇൻഡസ്ട്രികൾ വരുമ്പോൾ, പുതിയ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വരുമ്പോൾ അതുമായിട്ട് പാർട്ട്ണർ ചെയ്യുന്ന ഒരു പുതിയ വിഭാഗം മനുഷ്യർ വന്നു. അതിൽ നിന്നും കുറച്ച് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് ഇവർക്കും കിട്ടും. അപ്പോൾ അങ്ങനെ ഉയർന്നു വന്നൊരു പുതിയൊരു മിഡിൽ ക്ലാസ്സും അവിടെ ഉയർന്നു വന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് വർഗമായിട്ട് മനുഷ്യർ തിരിയുകയാണ്. ഒരു വിഭാഗത്തിന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ ഫോറിൻ പ്രോഡക്ട്സ് നമ്മുടെ ജീവിതം നശിപ്പിക്കുകയാണ്. മറ്റവർ വിചാരിക്കുന്നത് ഈ ഫോറിൻ പ്രോഡക്ട്സ് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കഴിവും നമ്മൾ നല്ല രീതിയിൽ കഴിവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊരു വികാരം ഈ പുതിയ മിഡിൽ ക്ലാസ്സിൽ വരുന്നുണ്ട്.